പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് തൃപ്രയാർ ബൈപ്പാസിലാണ് കേട്ടോ. ഞാൻ എറണാകുളത്തിന് വരുന്ന വഴിക്കാണ്. തൃപ്രയാർ ബൈപ്പാസിൻ്റെ പണി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആനവിഴിഞ്ഞിനാണ് തൃപ്രയാർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പൈലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിൻ്റെ ഗട്ടറിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരത്തി നല്ല മിൻസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വീഡിയോയിൽ എത്രമാത്രം വർക്ക് പുരോഗമിച്ചെന്ന് കണ്ടു നോക്കി നോക്കിട്ടാ. ഞാൻ കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കറുപ്പ് ഒരു M70 വെള്ളം പോലത്തെ ഒക്കെ തെളിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഏകദേശം ഒരു 2 കിലോമീറ്റർ എത്തിയിട്ട് അപ്പോഴും ഇതേ കാഴ്ച തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ വണ്ടി പോകാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഇനി കാണാൻ പോണ സ്ഥലം പറഞ്ഞാൽ തൃപ്രയാർ ടൗണാണ് കേട്ടോ. ടൗണിലത്തെ ഒരു കാഴ്ച അങ്ങനെ നോക്കി നോക്ക്. ഈ കാണുന്ന കാഴ്ച തൃപ്രയാർ ടൗണിലത്തെ നമ്മൾ അമ്പലത്തിൻ്റെ അടുക്ക് പോവില്ലേ, ആ വഴിയിലുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ പോയ അമ്പലത്തേക്ക് എത്തിട്ടാം. ഇവിടെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ പൊളിച്ച് തൃപ്രയാർ ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥലമാണ് നാട്ടിക. നാട്ടികയിലൊരു തിയേറ്ററൊക്കെ ഉണ്ട്. അതിന് മുന്നിൽ കൂടെ വന്നിട്ടാണ് കയറുക. പിന്നെ സാധാരണയായിട്ട് നോർമലായിട്ട് നമ്മൾ പോകുന്ന വാടാനപ്പള്ളി റോട്ടിലേക്ക് വന്ന് കയറും. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടം പറഞ്ഞാൽ ടാറിങ് ആണ്. അപ്പോൾ അതിനുള്ളൊരു പണിയിലാണ് തൃപ്രയാർ ബൈപ്പാസ്. ഇതാണ് തൃപ്രയാർ ബൈപ്പാസിൻ്റെ പുതിയൊരു വീഡിയോസാണ് ഇട്ടത്. ഇതേ ലെവലാണ് ഇപ്പോൾ തൃപ്രയാർ ബൈപ്പാസ് എടുക്കുന്നത്. ഈ കാണുന്ന സ്ഥലം നാട്ടിക നമ്മളെ യൂസുഫ് അലിക്കാടെ സ്ഥലമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അഭിമാനമായ അവിടെ മതിലൊക്കെ പൊളിച്ച് അതേപോലത്തെ മതിൽ തന്നെയാണ് അവിടെ വീണ്ടും അവർ കെട്ടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചിലവർക്കൊന്നും മനസ്സിലാവില്ല, അത് പഴയ മതിൽ തന്നെ വിചാരിക്കും എല്ലാവരും. പക്ഷെ പഴയ മതിലല്ല, പുതിയതായിട്ട് ചെയ്തതാണ്. തളിക്കുളമാണ് ഇട്ടത്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളായിരുന്ന സ്ഥലമായിരുന്നു. ബിൽഡിങ്ങൊക്കെ പൊളിച്ച് ഇവിടെ പണി ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുള്ള കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല. പക്ഷെ ബിൽഡിങ് പൊളിക്കലൊക്കെ കഴിഞ്ഞു. വീഡിയോ കണ്ടു നോക്കി നോക്ക് കേട്ടോ.